അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയിൽ 3ാം ക്ലാസ് തജ്വീദ് പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താ? താഴെ ഉദാഹരണങ്ങളിൽ ഹൽക്കിൻ്റെ ഹർഫുകൾക്ക് റൗണ്ട് ചെയ്യാം. ഒരു 7 ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഹൽക്കിൻ്റെ ഹർഫുകൾ ഉണ്ടാകും. ഹൽക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ട, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ ആ അക്ഷരങ്ങൾ, ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഈ ഉദാഹരണങ്ങളിലൊക്കെ ഉണ്ടാവും. അത് റൗണ്ട് ചെയ്യാനാണ്. അപ്പോൾ അത് റൗണ്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയെന്ന് അറിയണമല്ലോ. അതേതൊക്കെയെന്ന് നമ്മൾ 8ാമത്തെ പേജ് അഥവാ 4ാമത്തെ പാഠം ഹുറൂഫുൽ ഹൽക്ക് എന്നുള്ള പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. 6 അക്ഷരങ്ങളാണ് ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്നത്. അഥവാ തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്ന് ഹംസും ഹാവും, അതുപോലെ തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ഐനും ഹാവും, തൊണ്ടയുടെ മുകളിൽ നിന്ന് ഗൈനും ഹാവും, ഈ അക്ഷരങ്ങളാണ് പുറപ്പെടുന്നത്. ഏതൊക്കെ? ഹംസ്, ഹാ, ഐന്, ഹാ, ഗൈന്, ഹാ. ഇനി ഉദാഹരണങ്ങൾ നോക്കിയിട്ട് അതിൽ ഹൽക്കിൻ്റെ ഹർഫുകളുണ്ടോ നോക്കുക. അത് റൗണ്ട് ചെയ്യുക. ഒന്നാമത്തെ ഉദാഹരണം അലാ സുറുരി മുതഖാബിലീൻ എന്നാണ്. അതിൽ ആദ്യത്തെ അക്ഷരം തന്നെ ഐനാണ്. നമ്മൾ പഠിച്ചു ഐന് ഹൽക്കിൻ്റെ അക്ഷരമാണ്. അത് റൗണ്ട് ചെയ്യുക. പിന്നെ രണ്ടാമത്തത് യൻഹിതൂന മിനൽ ജിബാൽ. അതിൽ ഏതാണ് ഹൽക്കിൻ്റെ അക്ഷരം? അതിൽ 3ാമത്തെ അക്ഷരം എൻ കഴിഞ്ഞിട്ട് ഹ ഉണ്ടല്ലോ, അതാണ് റൗണ്ട് ചെയ്യേണ്ടത്. ഹൽക്കിൻ്റെ അക്ഷരമാണ്. പിന്നെ അതേപോലെ 3ാമത്തേത് വതഖൂനു. അതിലേതാ? അതിലും 3ാമത്തെ അക്ഷരം ഹ ഉണ്ട്. ഹ തൊണ്ടയുടെ അക്ഷരമാണല്ലോ, ഹൽക്കിൻ്റെ അക്ഷരമാണ്. അപ്പോൾ അത് റൗണ്ട് ചെയ്യുക. 4 വയംനഊന. അതിൽ വയംന കഴിഞ്ഞിട്ടുള്ള ഐന്, അത് തൊണ്ടയുടെ അക്ഷരമാണ്. അപ്പോൾ ഐന് റൗണ്ട് ചെയ്യാം. പിന്നെ 5 ഹൽ എന്നുള്ളതിൽ ഹാ തൊണ്ടയുടെ അക്ഷരമാണ്. പിന്നെ 6ാമത്തതിൽ ഇയ്യാക്ക എന്നുള്ളതിൽ ആദ്യത്തെ ഹംസ് തൊണ്ടയുടെ അക്ഷരമാണ്. അത് റൗണ്ട് ചെയ്യാം. 7ാമത്തതിൽ മാനബഗി എന്നുള്ളതിലെ അവസാനത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ഗൈന്, അതും തൊണ്ടയുടെ അക്ഷരങ്ങളാണ്. അതൊക്കെ റൗണ്ട് ചെയ്യാം. ഒന്നും കൂടി പറയാം. ഒന്നാമത്തതിൽ അലാ സുറുരി മുതഖാബിലീൻ എന്നുള്ളതിൽ ഐന്, യൻഹിതൂന മിനൽ ജിബാൽ എന്നുള്ളതിൽ ഹ, 3ാമത്തത് വതഖൂന എന്നുള്ളതിൽ ഹാ, 4ാമത്തത് വയംനഊന എന്നുള്ളതിൽ ഐന്, 5ാമത്തത് ഹൽ എന്നുള്ളതിൽ ഹാ, 6ാമത്തെ ഇയ്യാക്ക എന്നുള്ളതിൽ ഹംസ്, 7ാമത്തത് മാനബഗി എന്നുള്ളതിൽ ഗൈന്. രണ്ടാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം. ഇവിടെ 5 ചോദ്യങ്ങളാണുള്ളത്. അതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ ഓർഡർ തെറ്റിച്ചിട്ട് അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. 1 ലിസാന്, 2 ഹൽക്ക്, 3 ഷഫത്താനി, 4 ജൗഫ്, 5 ഖൈഷൂവും. അർത്ഥങ്ങൾ അവസാനം കൊടുത്തിട്ടുള്ളത് ഏതൊക്കെ? തൊണ്ട, വായയുടെ ഉൾഭാഗം, തരിമൂക്ക്, നാവ്, 2 ചുണ്ടുകൾ. ഇനി നമുക്ക് നോക്കാം. അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പേജ് നമ്പർ 7 അഥവാ പാഠം 3 മഖാരിജുൽ ഹുറൂഫ്, ആ പാഠത്തിൽ ബോക്സിലാക്കിയിട്ട് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. മഖറജുകളും അതുപോലെ തന്നെ ഓരോ മഖ്റജുകളിൽ എത്ര സ്ഥലങ്ങളുണ്ട് എന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളത് കൃത്യമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത് പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കും. നോക്കാം. 1 ലിസാൻ. ലിസാൻ്റെ അർത്ഥം എന്താ? നമുക്ക് അറിയാം. എന്താണ്? നാവ്. ഇവിടെ ഓപ്ഷൻസിൽ 4ാമത്തത് നാവ്, അതാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. 2ാമത്തത് ഹൽക്ക്. ഹൽക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തൊട്ട് മുമ്പുള്ള ഉത്തരങ്ങളിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. തൊണ്ട എന്നാണ്. നമ്മുടെ ഓപ്ഷൻസിൽ 1ാമത്തത് തൊണ്ട, അതാണ് ഹൽക്കിൻ്റെ നേരെ ചേർത്ത് കൊടുക്കാനുള്ളത്. 3 ഷഫത്താനി. ഷഫത്താനി എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കുക. 2 ചുണ്ടുകൾ. 2 ചുണ്ടുകൾ. നമ്മുടെ ഓപ്ഷൻസിൽ അവസാനത്തത് അതാണ് ഷഫത്താനിയുടെ നേരെ ചേർത്ത് കൊടുക്കാനുള്ളത്. 4 ജൗഫ്. ജൗഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വായയുടെ ഉൾഭാഗം. വായയുടെ ഉൾഭാഗം നമ്മുടെ ഓപ്ഷൻസിൽ 2ാമതായിട്ടുണ്ട്. അപ്പോൾ അതാണ് ജൗഫിൻ്റെ നേരെ എഴുതാനുള്ളത്. 5ാമത്തത് ഖൈഷൂം. ഖൈഷൂം എന്ന് പറഞ്ഞാൽ എന്താ നോക്കൂ? തരിമൂക്ക്. തരിമൂക്കാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ഓപ്ഷൻസുകളിൽ 3ാമതായിട്ട് തരിമൂക്കുണ്ട്. അതാണ് ഖൈഷൂം എന്നുള്ളതിൻ്റെ നേരെ എഴുതാനുള്ളത്. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. 1 ലിസാന്, അതിനോട് യോജിക്കുന്ന അർത്ഥം നാവ്. 2 ഹൽക്ക്, അതിനോട് യോജിക്കുന്നത് തൊണ്ട. 3 ഷഫത്താനി, അതിനോട് യോജിക്കുന്നത് 2 ചുണ്ടുകൾ. 4 ജൗഫ്, അതിനോട് യോജിക്കുന്നത് വായയുടെ ഉൾഭാഗം. 5 ഖൈഷൂം, അതിനോട് യോജിക്കുന്നത് തരിമൂക്ക്. ഇനി 3ാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം. 4 ചോദ്യങ്ങളാണുള്ളത്. ആ ചോദ്യങ്ങളുടെയൊക്കെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കാനാണ്. എന്താണ് 1ാമത്തെ ചോദ്യം? നോക്കൂ.
വിശുദ്ധ ഖുർആൻ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഡാഷ്. എന്താണ് അവിടെ ചേർക്കാനുള്ളത്? അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ 3 വർഷമൊക്കെ ഒന്നാമത്തെ പാഠം അൽ ഫുർഖാനുൽ അളീം ആദ്യ വരിയിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ്. അപ്പോൾ നമ്മളിവിടെ എന്താ ചേർക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് എന്നാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം എന്താ? ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഡാഷ്. അവിടെ എന്താണ് ചേർത്ത് കൊടുക്കാനുള്ളത്? അതേ പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ അവസാനത്തെ വരിയിലത പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് ആണത്. അവിടെ എന്താ ചേർക്കേണ്ടത്? ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് ആണത് എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? ഖുർആൻ ഓതുന്നത് കേൾക്കലും അതിലേക്ക് നോക്കലും ഡാഷ്. അതിനോട് യോജിക്കുന്ന ഉത്തരം കിട്ടാൻ വേണ്ടി അതേ പേജിൽ ഒന്നാമത്തെ പാഠത്തിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ അതേ പേജിൽ തന്നെ അവസാന ഭാഗത്തതാ ഖുർആൻ ഓതുന്നത് കേൾക്കലും അതിലേക്ക് നോക്കലും പ്രതിഫലമുള്ളതാണ്. അപ്പോൾ എന്താ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്? ഖുർആൻ ഓതുന്നത് കേൾക്കലും അതിലേക്ക് നോക്കലും പ്രതിഫലമുള്ളതാണ് എന്നാണ് ചേർക്കേണ്ടത്. നാലാമത്തെ ചോദ്യം, ഉസ്താദ് ഓതുന്നത് കണ്ടും കേട്ടുമാണ് ഖുർആൻ. അതിൻ്റെ അവസാന ഭാഗം എന്താ ചേർത്ത് കൊടുക്കാനുള്ളത്? അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ 5 രണ്ടാമത്തെ പാഠം തജ്വീദ് എന്നുള്ള പാഠത്തിൽ ആദ്യത്തെ മൂന്നാമത്തെ വരിയിലുണ്ട്, ഉസ്താദ് ഓതുന്നത് കണ്ടും കേട്ടുമാണ് ഖുർആൻ പഠിക്കേണ്ടത്. അപ്പോൾ പഠിക്കേണ്ടത് എന്നാണ് ഇവിടെ എഴുതാനുള്ളത്. ഉസ്താദ് ഓതുന്നത് കണ്ടും കേട്ടുമാണ് ഖുർആൻ പഠിക്കേണ്ടത്. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. 1, വിശുദ്ധ ഖുർആൻ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ചേർത്ത് കൊടുക്കാനുള്ളത് ഗ്രന്ഥമാണ്. 2, ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ ചേർക്കാനുള്ളത് മുഅ്ജിസത്താണത്. 3, ഖുർആൻ ഓതുന്നത് കേൾക്കലും അതിലേക്ക് നോക്കലും അവിടെ ചേർക്കേണ്ടത് പ്രതിഫലമുള്ളതാണ്. 4, ഉസ്താദ് ഓതുന്നത് കണ്ടും കേട്ടുമാണ് ഖുർആൻ അവിടെ ചേർക്കേണ്ടത് പഠിക്കേണ്ടത്. നാലാമത്തെ ആക്ടിവിറ്റി, ഉത്തരം എഴുതാം. 4 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്നാമത്തെ ചോദ്യം, ഖുർആൻ പാരായണം കുറ്റകരമാകും എപ്പോൾ? ഖുർആൻ പാരായണം കുറ്റകരമാകുന്നത് എപ്പോഴാണ്? അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 5 പാഠം 2 തജ്വീദ്. ആ പാഠത്തിൽ ആദ്യ ഭാഗത്ത് പറയുന്നത് അവസാനം നോക്കൂ, ഖുർആൻ ഓതുന്നതിന് ചില പ്രത്യേക നിയമങ്ങളും പ്രത്യേക ശൈലിയുമുണ്ട്. അവ പാലിക്കാതെയുള്ള പാരായണം കുറ്റകരമാണ്. അപ്പോൾ അതാണ് ആൻസറായിട്ട് എഴുതേണ്ടത്. ഖുർആൻ ഓതുന്നതിന് ചില പ്രത്യേക നിയമങ്ങളും പ്രത്യേക ശൈലിയുമുണ്ട്, അവ പാലിക്കാതെയുള്ള പാരായണം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? ഖുർആൻ ഇറക്കപ്പെട്ടു എത്ര വർഷം കൊണ്ട്? ഖുർആൻ ഇറക്കപ്പെട്ടത് എത്ര വർഷം കൊണ്ടാണ്? അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ 3 ഒന്നാമത്തെ പാഠം അൽ ഫുർഖാനുൽ അളീം എന്ന പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ അതാണ്. 23 വർഷം കൊണ്ട് വിവിധ ഘട്ടങ്ങളിലായാണ് അത് ഇറക്കപ്പെട്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ എഴുതുമ്പോൾ 23 വർഷം കൊണ്ട് എന്ന് എഴുതാം. മൂന്നാമത്തെ ചോദ്യം, തജ്വീദ് എന്ന് പറയുന്നു ഏതിന്? തജ്വീദ് എന്ന് പറയുന്നത് ഏതിനാണ് എന്നാണ് അതിൻ്റെ ഉത്തരം ലഭിക്കാൻ. 5-ാമത്തെ പേജ് രണ്ടാമത്തെ പാഠം തജ്വീദ്. അതിൻ്റെ ആദ്യം പറയുന്നത് തന്നെ എന്താണ് തജ്വീദ് എന്നാണ്. ഖുർആൻ ഓതുന്നതിൻ്റെ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് എന്ത് എഴുതാം? ഖുർആൻ ഓതുന്നതിൻ്റെ നിയമങ്ങൾക്കാണ് എന്ന് എഴുതിയാലും മതി. ഇനി 4-ാമത്തെ ചോദ്യം എന്താ? അഖ്സുൽ ഹൽഖ് എന്നാൽ എന്ത്? അഖ്സുൽ ഹൽഖ് എന്നാൽ എന്ത്? അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ 8 പാഠം 4 ഹുറൂഫുൽ ഹൽഖ് അതിൽ പറയുന്നുണ്ട് അഖ്സുൽ ഹൽഖ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. അവസാന ഭാഗത്ത് പറയുന്നത് നോക്കൂ, തൊണ്ടയുടെ താഴെ അറ്റത്തിന് അഖ്സുൽ ഹൽഖ് എന്നും മധ്യത്തിന് വസ്തുൽ ഹൽഖ് എന്നും മുകൾ അറ്റത്തിന് അദ്നുൽ ഹൽഖ് എന്നും പറയും. ഇവിടെ ചോദ്യം അഖ്സുൽ ഹൽഖാണ്. അതുകൊണ്ട് അതിൻ്റെ ഉത്തരം തൊണ്ടയുടെ താഴെ അറ്റത്തിന്. ബാക്കി രണ്ടും പ്രധാനപ്പെട്ടതാണ്, അതൊക്കെ പഠിക്കുക. ഓരോ ചോദ്യങ്ങൾ വരുമ്പോഴും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കുക. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. ഒന്നാമത്തെ ചോദ്യം, ഖുർആൻ പാരായണം കുറ്റകരമാകും എപ്പോൾ? എന്നോട് യോജിക്കുന്ന ഉത്തരം, ഖുർആൻ ഓതുന്നതിന് ചില പ്രത്യേക നിയമങ്ങളും പ്രത്യേക ശൈലിയുമുണ്ട്, അവ പാലിക്കാതെയുള്ള പാരായണം. ഇനി 2, ഖുർആൻ ഇറക്കപ്പെട്ടു എത്ര വർഷം കൊണ്ട്? അതിനോട് യോജിക്കുന്ന ഉത്തരം 23 വർഷം കൊണ്ട്. മൂന്നാമത്തെ ചോദ്യം, തജ്വീദ് എന്ന് പറയുന്നു ഏതിന്? ഉത്തരം, ഖുർആൻ ഓതുന്നതിൻ്റെ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. 4-ാമത്തെ ചോദ്യം, അഖ്സുൽ ഹൽഖ് എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം തൊണ്ടയുടെ താഴെ അറ്റത്തിന്. 5-ാമത്തെ ആക്ടിവിറ്റി അറബി ആക്കാം. ഇവിടെ 5 ചോദ്യങ്ങളാണുള്ളത്.
5 അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അറബി എഴുതി കൊടുക്കാനാണ്. അത് നമുക്കിങ്ങനെ വായിക്കാം. 1 മണിക്കൽ, 2 ശബ്ദം കനപ്പിക്കൽ, 3 ഹർഫ് പുറപ്പെടുന്ന സ്ഥാനം, 4 ശബ്ദം നേർപ്പിക്കൽ, 5 ശബ്ദരീതി. ഇതിൻ്റെയൊക്കെ അറബി എങ്ങനെ കണ്ടെത്താം? നമുക്കിത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാം. ഇതൊക്കെ തജ്വീദിലെ പഠന വിഷയങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പാഠം ഏതാ? പേജ് നമ്പർ 5 മറിച്ച് നോക്കിയാൽ രണ്ടാമത്തെ പാഠം തജ്വീദ്. ആ പാഠത്തിൻ്റെ അവസാന ഭാഗത്തതാ ഒരു ബോക്സിലാക്കിയിട്ട് പറയുന്നു തജ്വീദിലെ പ്രധാന പഠന വിഷയങ്ങൾ താഴെ പറയുന്നവയാണ്. എന്നിട്ട് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. മഖ്റജ്, ഹർഫ് പുറപ്പെടുന്ന സ്ഥാനം, സിഫാത്ത്, ശബ്ദരീതി, മദ് നീട്ടൽ, ഉന്നത്ത് മണിക്കൽ, തഫ്ഹീം ശബ്ദം കനപ്പിക്കൽ, തർക്കീഖ് ശബ്ദം നേർപ്പിക്കൽ. അപ്പോൾ ഇവിടെ ചോദ്യങ്ങൾ ഏതൊക്കെ? 1 മണിക്കൽ. അപ്പോൾ അതിനോട് യോജിക്കുന്നത് ഏതാണ്? ഉന്നത്ത് എന്നാണ്. ഉന്നത്ത്. 2 എന്താ? ശബ്ദം കനപ്പിക്കൽ. അപ്പോൾ അതിനോട് യോജിക്കുന്ന അറബ് എന്താണ്? തഫ്ഹീമാണ്. 3 ഹർഫ് പുറപ്പെടുന്ന സ്ഥാനത്തിന് അറബിൽ എന്താ പറയുക? ഒന്നാമത്തേത് നോക്കൂ, മഖ്റജ് എന്നാണ്. 4 ശബ്ദം നേർപ്പിക്കുന്നതിൻ്റെ അറബി എന്താണ്? തർക്കീഖ് എന്നാണ് അവിടെ പറയേണ്ടത്. തർക്കീഖ്. പിന്നെ 5-മത്തേത് ശബ്ദരീതിക്ക് പറയുന്ന അറബി സിഫാത്ത് എന്നാണ് അവിടെ എഴുതാനുള്ളത്. ഉത്തരങ്ങളൊന്നുകൂടി പറയാം. 1 മണിക്കൽ, അതിൻ്റെ അറബി ഉന്നത്ത്. 2 ശബ്ദം കനപ്പിക്കൽ, അതിൻ്റെ അറബി തഫ്ഹീം. 3 ഹർഫ് പുറപ്പെടുന്ന സ്ഥാനം, അതിൻ്റെ അറബി മഖ്റജ്. 4 ശബ്ദം നേർപ്പിക്കൽ, അതിൻ്റെ അറബി തർക്കീഖ്. 5 ശബ്ദരീതി, അതിൻ്റെ അറബി സിഫാത്ത്. മദ്രസ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.